നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ഈ അവയർനെസ് കൊണ്ട് മാത്രമല്ല, ഈവൻ നമ്മുടെ ക്ലൈമാറ്റിക് വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോഴത്തെ യു വി ഇൻഡെക്സ് ഇസ് മച്ച് ഹയർ പഴയതിനേലും. ഞാൻ വളരെ റെയർ കേസിൽ മാത്രമാണ് ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യാറുള്ളൂ. ബിക്കോസ് യൂഷ്വലി മെയിൽസിലെ ടെസ്റ്റോസ്റ്ററോൺ നോർമലാണ്. അപ്പോൾ അത് ആക്ട് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ചിലർക്ക് കൂടുതലോട്ടോ ജനറ്റിക് പ്രീഡിസ്പൊസിഷൻ കാരണമാണ് കഷണ്ടി ഒരു പാറ്റേൺഡ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ എണ്ണയ്ക്ക് ഡെഫിനറ്റ്ലി ഒരു കോൺട്രിബ്യൂട്ടറി റോളുണ്ട് ഹെയർ ഹെൽത്തിനും ഹെയറിൻ്റെ ഇതിനും. പക്ഷേ അത് മാത്രം കൊണ്ട് മുടി വരുമെന്നുള്ളത് പ്രൂവൺ അല്ല. ഓക്കെ. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഗ്ലൂട്ടോതൈൻ ടാബ്ലറ്റ്സ്, അതേപോലെ തന്നെ ഗ്ലൂട്ടോതൈൻ IV ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. ആക്ച്വലി എന്താണ് ഈ ഗ്ലൂട്ടോതൈൻ? ലിപ്സിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, ലിപ് ബാംസും ലിപ്സ്റ്റിക്സൊക്കെ ഏറ്റവും ടോപ്പ് കമ്പനികളുടെയൊക്കെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഉള്ളിലേക്ക് പോയാലും ഹാംലെസ് ആയിരിക്കും. അപ്പോൾ സ്കിന്നിന് മിനിമം ഒരു 6 to 8 hours ഓഫ് സ്ലീപ്പ്, അത് ഐഡിയലി എനി ടൈം ആഫ്റ്റർ 10 ഒരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ വേറെ റേസസ് നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് ബ്ലൂ ഐസ് ഉണ്ടാവും, ഗോൾഡൻ ഹെയർ ഉണ്ടാവും. അവരിൽ മെലാനിൻ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് ഗോൾഡനും ബ്രൗണും ഹെയറും, ഓക്കെ, നമുക്ക് ബ്ലാക്ക് ഹെയറും. അത് ആക്ച്വലി കൊറിയൻ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അവരുടെ ഒരു കോൺസെപ്റ്റാണ് ഗ്ലാസ് സ്കിൻ. ഓക്കെ. അപ്പോൾ ഈ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്കിന്നിൽ അറ്റൈൻ ചെയ്യാൻ കുറച്ച് അധികം എഫേർട്സ് വേണ്ടി വരും. ബിക്കോസ് നമ്മുടെ സ്കിൻ ടൈപ്പും അവരുടെ സ്കിൻ ടൈപ്പും കുറച്ച് ഡിഫറെൻ്റ് ആണ്. പിന്നെ എല്ലാ കൊറിയൻ പ്രൊഡക്ട്സും എല്ലാവർക്കും സൂട്ട് ചെയ്യില്ല. ഹായ്, ഹലോ, നമസ്കാരം. ലൈഫ് സ്റ്റോറീസ് വിത്ത് ശരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ, അതായത് സ്കിന്നിൻ്റെ ആയാലും ഹെയറിൻ്റെ ആയാലും എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ഡോക്ടറാണ്, ഡോക്ടർ ജോസഫ് ചാലിശ്ശേരി. വെൽക്കം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആണ് അവരുടെ സ്കിൻ ടെക്സ്ചറിനെ കുറിച്ച്. അപ്പം ഡോക്ടറിൻ്റെ മുന്നിൽ വരുന്ന ഒരാൾ ആദ്യമായി വരുമ്പോൾ ഡോക്ടർ എന്താണ് അവരുടെ സ്കിന്നിനെ കുറിച്ച് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? സോ നമ്മുടെ മുമ്പിൽ മെജോറിറ്റി പേഷ്യൻസും ഓരോ കൺസേൺസ് ആയിട്ടാണ് വരിക. അതൊന്നല്ലെങ്കിൽ ആക്നെ ആവാം, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ആവാം, അല്ലെങ്കിൽ സ്കിൻ ഡിസീസസ് ആവാം, സോറിയാസിസ്, എക്സീമ, അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻ ആവാം. അപ്പോൾ ബേസിക്കലി നമ്മൾ ഓരോ അസുഖങ്ങളും അതിൻ്റെ ബേസ് ചെയ്താണ് ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വൺ ഫിറ്റ് ഫോർ ഓൾ ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി സ്കിന്നിലില്ല. നമുക്കിപ്പോൾ ഒരു ഓയിലി സ്കിന്നുള്ള പേഷ്യൻ്റ് വരികയാണ്, അവരിപ്പോൾ വന്നിട്ട് ജസ്റ്റ് ഒരു സൺസ്ക്രീനോ ഫേസ് വാഷോ ചോദിക്കുകയാണെങ്കിൽ പോലും നമ്മൾ അവരുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ടായിരിക്കും അത് സജസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യും. ഡോക്ടർ, പിന്നെ പണ്ട് നമ്മളിപ്പം ഈ സൺസ്ക്രീനും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പണ്ട് കാലയളവിൽ ഈ പറയുന്ന സൺസ്ക്രീനോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒന്നും ആളുകൾ യൂസ് ചെയ്തിരുന്നില്ല, സോപ്പ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആക്ച്വലി ഇതിപ്പം മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം ഇത് ആക്ച്വലി നമ്മുടെ ഒരു കാലാവസ്ഥയിൽ വന്ന ഒരു വ്യത്യാസം ആണോ, അതോ ആളുകൾക്ക് ഇതിൻ്റെ ഒരു അവയർനെസ് കൂടിയതുകൊണ്ടാണോ? യെസ്. സോ സൺസ്ക്രീൻ, ഫേസ് വാഷസ്, മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഡെഫിനറ്റ്ലി ഒരു നമുക്കൊരു മീഡിയ അവയർനെസ് കുറച്ചും കൂടി ആൾക്കാർക്ക് ഇപ്പോൾ ഉണ്ട്. പണ്ടൊക്കെ സൺസ്ക്രീനിനെ അറിയുള്ളൂ, ഇപ്പോൾ ആൾക്കാർ SPF, PA റേറ്റിംഗ് ഇതൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ഈ അവയർനെസ് കൊണ്ട് മാത്രമല്ല, ഈവൻ നമ്മുടെ ക്ലൈമാറ്റിക് വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോഴത്തെ യു വി ഇൻഡെക്സ് ഇസ് മച്ച് ഹയർ പഴയതിനേലും. അപ്പോൾ അതും ഒരു റീസണാണ്. പക്ഷേ ഡെഫിനറ്റ്ലി അവയർനെസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ആൾക്കാർക്ക് പലർക്കും അറിയാം സോപ്പിനേലും കുറച്ചും കൂടി ബെറ്റർ, സോപ്പ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല, അതിനേലും കുറച്ചും കൂടി ബെറ്റർ ഫേസൊക്കെ വാഷ് ചെയ്യാൻ ക്ലെൻസേഴ്സോ ഫേസ് വാഷസോ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ. പിന്നെ ഡോക്ടറെ, പൊതുവേ എല്ലാവർക്കും ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇപ്പം നോർമലി സിനിമ ആൾക്കാരുടെ നടന്മാരുടെ ആയാലും നടിമാരുടെ ആയാലും ഫേസിൻ്റെ ടെക്സ്ചർ, അതായത് സ്കിൻ ടോൺ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഓരോരുത്തർ ഡോക്ടറുടെ അടുക്കെ വരുന്ന ഒരു കൺസേൺ. അപ്പോൾ ആക്ച്വലി അത്തരം വരുന്ന ആൾക്കാരോട് ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് അവർ ചോദിക്കുമ്പോൾ ഡോക്ടറുടെ മറുപടി എന്തായിരിക്കും? സോ യൂഷ്വലി ഇപ്പോൾ നമ്മൾ കാണുന്നതായാലും നമുക്ക് പേഴ്സണലി അറിയുന്നതായാലും ഇവർക്കൊക്കെ ഒരു സിമ്പിൾ സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്തുകൊണ്ടല്ല ഇവരുടെ സ്കിൻ വളരെ ബെറ്റർ ടെക്സ്ചറും ബെറ്റർ ടോണൊക്കെ. ഇത് മോസ്റ്റ്ലി ബിക്കോസ് ഇവർ അതിലേക്ക് സ്കിൻ കെയർ മാത്രമല്ല, ഇവരുടെ ഓവറോൾ ലൈഫ് സ്റ്റൈൽ, ഡയറ്റ് എല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാൾ സിനിമയിൽ കയറി പിന്നത്തെ ആഴ്ച അല്ലെങ്കിൽ പിന്നത്തെ മാസമോ അല്ല, അത് ഓവർ പീരീഡ് ഓഫ് ടൈം അവരവരുടെ സ്കിന്നിലേക്കും ലൈഫ് സ്റ്റൈലിലേക്കും ടൈമും ഇതും സ്പെൻഡ് ചെയ്യണോണ്ട് തന്നെയാണ് അവരുടെ സ്കിൻ ബെറ്ററായി വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഓരോരുത്തരുടെയും ഒരു സ്പെഷ്യൽ കൺസേൺ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ചിലർ പറയും ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ലിപ്സ് ഓഗ്മെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാം.
ഒരു ബേസിക് ലൈനിൽ നമ്മളൊരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്താൽ സ്കിന്നിനെ നമുക്ക് ഹെൽത്തി ആക്കി വയ്ക്കാം. പിന്നെ നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും ഈ സ്കിന്നിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുമാതിരി നല്ല സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഡോക്ടർ, ഈ ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്നൊരു കമ്പോണൻറ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന റിങ്കിൾസ് അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം, പിഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഓക്കെ, ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് 2 ലെയേഴ്സ് ഉണ്ട്. അതിൽ എപ്പിഡെർമിസിലും ഡെർമിസിലും ഉള്ളൊരു വാട്ടർ റീറ്റെയിനിങ് ഒരു കണ്ടൻറ്റാണത്. അപ്പോൾ അത് വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു മോളിക്യൂളാണത്. അപ്പോൾ ഈ ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഗ്ലൈക്കോസെമിനോ ഗ്ലൈക്കാൻ എന്ന് പറഞ്ഞൊരു മോളിക്യൂളാണ്. അപ്പോൾ അതേപോലെ തന്നെ എലാസ്റ്റിൻ, കൊലാജൻ, ഇത് മൂന്നും കൂടിയാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു മറ്റേ ടേഗർ, അതിൻ്റെ പ്ലംപിനെസ്, അതിൻ്റെ മോയ്സ്ചർ ലെവൽസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരിതാണ്. യൂഷ്വലി ഒരാൾ ഏജ് ചെയ്യും തോറും അതിൻ്റെ ലെവൽസ് കുറയും നമ്മുടെ. അപ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ അത് പുറത്തുനിന്ന് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് അത് റീപ്ലനിഷ് ചെയ്യാനുള്ള ആൻറ്റി ഓക്സിഡൻസും ഫുഡ്സൊക്കെ നമ്മൾ കൂടുതൽ എടുക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻസ് പറയുന്നത്. നമ്മുടെ സ്കിന്നിലുള്ള ഹൈലൂറോണിക് ആസിഡ് ആ വെള്ളം റീറ്റെയിൻ ചെയ്യും. നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങിയാൽ ഓക്കെ, അത് റീറ്റെയിൻ ചെയ്യും. ഇപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു വെള്ളം കുടിച്ചാൽ തന്നെ, അതായത് നമ്മളൊരു ഡീഹൈഡ്രേഷൻ ആവാതെ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിൽ ആ ഒരു റിങ്കിൾസും മറ്റു കാര്യങ്ങളും വരാനുള്ള സാധ്യത കുറയുമെന്നാണോ? അല്ല, നമ്മൾക്ക് ആ വാട്ടർ റീറ്റെയിനിങ് മോളിക്യൂള് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവണം. ബിക്കോസ് ഞാനിപ്പോൾ എൻ്റെ 60s കഴിയുമ്പോഴേക്കും എൻ്റെ എലാസ്റ്റിൻ, കൊലാജൻ, ഹൈലൂറോണിക് ആസിഡ് ഇതൊക്കെ കുറേ കൂടി ഡീഗ്രേഡഡ് ആവും. ഓക്കെ, ഇതിൻ്റെ ലെവൽസ് വളരെയധികം കുറയും. ആ സമയത്ത് വെള്ളം കുടിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്ന് അതൊരു സോഴ്സായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അത് ക്രീംസ് ആയിരിക്കും, ചിലപ്പോൾ അത് ഇഞ്ചെക്ഷൻസ് ആയിരിക്കും. നമുക്കത് റീപ്ലനിഷ് ചെയ്യാനുള്ള സോഴ്സസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ചിലർക്ക് യങ് ഏജിൽ ഹാൻഡ്സിൽ ഏജിങ് വന്ന റിങ്ക്ലിംഗ് ഉണ്ട്, അവർക്ക് നമുക്ക് വേറൊരു ഫോം ഓഫ് ഫില്ലിങ് അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതല്ലെങ്കിൽ ധാരാളം വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ അത്യാവശ്യം ഹൈലൂറോണിക് ആസിഡും എലാസ്റ്റിനും കൊളാജനൊക്കെ ഉള്ളവരാണെങ്കിൽ ആ വാട്ടർ റീറ്റെൻഷൻ അവിടെ നടക്കും. ഓക്കെ ഡോക്ടർ, ഇനി എല്ലാവരുടെയും ഒരു കൺസേൺ ഇനി അടുത്തത് ഈ ഗ്ലൂട്ടോതയോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തുള്ള ഒരു എലമെൻ്റാണ് ഗ്ലൂട്ടോതയോൺ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഗ്ലൂട്ടോതയോൺ ടാബ്ലറ്റ്സ്, അതേപോലെ തന്നെ ഗ്ലൂട്ടോതയോൺ IV ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. ആക്ച്വലി എന്താണ് ഈ ഗ്ലൂട്ടോതയോൺ? ഓക്കെ, ഗ്ലൂട്ടതയോൺ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ട്രൈപെപ്റ്റൈഡാണ്. അതൊരു 3 അമീനോ ആസിഡ്സ്, ഗ്ലൂട്ടമിക് ആസിഡ്, ഗ്ലൈസിൻ, സിസ്റ്റീൻ എന്ന് പറഞ്ഞ 3 അമീനോ ആസിഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അമീനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ മിക്കവർക്കും അറിയാം, അതൊരു പ്രോട്ടീൻ്റെ ബിൽഡപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മോളിക്യൂളാണ്. പക്ഷേ അത് ഈ ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ അതൊരു ആൻറ്റി ഓക്സിഡൻറ്റ്, ഗ്ലൂട്ടതയോൺ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണത്. അത് യൂഷ്വലി നമ്മുടെ ലിവറിലുള്ള ഒരു മോളിക്യൂളാണത്. സോ ഇതിൻ്റെ ലെവൽസ് ഓരോരുത്തരിലും വേരി ചെയ്യും ഈ ഗ്ലൂട്ടതയോണിൻ്റെ. അപ്പോൾ ഈ ഗ്ലൂട്ടതയോൺ നമ്മൾ എന്തുകൊണ്ടാണ് സപ്ലിമെൻറ്റ്, ബേസിക്കലി അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് പണ്ട് കൊടുത്തിരുന്നതും ഇപ്പോൾ പല ഡോക്ടേഴ്സ് അത് കൊടുക്കുന്നതും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു ഇഫക്റ്റാണ് ഒരു സ്കിൻ ബ്രൈറ്റനിങ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളെ കാണാൻ വരുന്ന പേഷ്യൻസിലായാലും ചിലർക്ക് ബ്രൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ ലൈറ്റനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ മോളിക്യൂൾ കുറച്ച് നാൾ കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലെ മെലാനിൻ ഉണ്ട്, മെലാനിൻ എന്ന് പറഞ്ഞ മെലാനിൻ, അതൊരു ബ്രൗൺ ബ്ലാക്ക് മെലാനിനാണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിൻ്റെ കളർ. ആ മെലാനിനെ അത് പതുക്കെ മെലാനിൻ എന്ന് പറഞ്ഞ മെലാനിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലൂട്ടതയോൺ എടുക്കുന്ന എല്ലാ പേഷ്യൻസിനോടും നമ്മൾ പറയും, ഗ്ലൂട്ടതയോൺ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. ഗ്ലൂട്ടതയോൺ കൊണ്ട് മാറുന്ന കളറ് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് റിവേഴ്സ്ഡ് ആവാം. ഓക്കെ, നമുക്ക് ഒരിക്കലും ഒരു പെർമനൻറ്റ് നമ്മുടെ ഒരു നാച്ചുറൽ കളറുണ്ട്, അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അതിൻ്റെ ഷെയ്ഡ്സ് 1-2 ബെറ്റർ ആക്കാൻ പറ്റും, അതും കുറച്ച് നാൾ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ മെലാനിൻ മെലാനിനാക്കുന്നതാണ് അതിൻ്റെ ഒരു പാത്വേ. വേറൊരു പാത്വേയിൽ അതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളുണ്ട്. ആ മെലാനിൻ പ്രൊഡക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എൻസൈം ഉണ്ട്, ടൈറോസിനേസ് എന്ന് പറഞ്ഞിട്ട്. ആ എൻസൈമിനെയും ഇത് ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇതെല്ലാം ആ ഗ്ലൂട്ടതയോൺ എടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ റിവേഴ്സൽ പതുക്കെ റിവേഴ്സ് ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് അതൊരു നോർമൽ സ്റ്റേറ്റ് അല്ല, അത് പതുക്കെ നോർമൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങും. ഓക്കെ, ബേസിക്കലി ഗ്ലൂട്ടോതയോൺ നമുക്കൊരു ഓറലി എടുക്കുന്നതാണോ അതോ IV ആയിട്ട് എടുക്കുന്നതാണോ ഏറ്റവും ബെറ്റർ? സോ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ഒരാൾക്ക് ഓറലി തന്നെ ധാരാളമാണ്. ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് നമ്മളത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗൈഡ് ലൈൻസ് ഉണ്ട്, ഇത്ര mg ഗ്ലൂട്ടതയോൺ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ്. നമുക്കിനിയിപ്പോൾ സ്കിൻ ലൈറ്റനിങ്ങിന് IV ആയിരിക്കും മച്ച് ബെറ്റർ. ബിക്കോസ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലിവറിൻ്റെ മെറ്റബോളിസത്തിനെ ബൈപ്പാസ് ചെയ്യണം. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐ വി ഗ്ലൂട്ടതൈൻ്റെ ഇഫക്ട്സിന് ലോങ് ടേം സ്റ്റഡീസ് കുറവാണ്. ഓ ഓ ഓക്കെ. അപ്പോൾ അത് എടുക്കുമ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റഡീസ് അതിൽ ഉള്ള പീരീഡ് വരെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് മെയിൻ്റനൻസ് ആയിട്ട് നമ്മൾ വേറെ ആൻറ്റി ഓക്സിഡൻസോ ഓറൽ ടാബ്ലറ്റ്സോ നോക്കേണ്ടി വരും. ഓക്കെ. ഗ്ലൂട്ടതൈൻ ഒരു ഈ പറയുന്ന പോലെ ഐ വി ഗ്ലൂട്ടതൈൻ ആയാൽ പോലും അതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. വൈറ്റനിങ് ആണ് ഇതുള്ളതെന്നുണ്ടെങ്കിൽ. ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബിക്കോസ് ഓറൽ ഗ്ലൂട്ടതൈൻ നമ്മൾ സ്കിന്നിന് മാത്രമല്ല, അത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഗ്യാസ്ട്രോയിലായിരുന്നു. ഓക്കെ. അത് ലിവർ ടോക്സിസിറ്റി, പിന്നെ ഓൺകോൾ കൊടുത്തു തുടങ്ങി. ക്യാൻസറിൻ്റെ ചില മരുന്നുകളുടെ ടോക്സിസിറ്റി പ്രിവെൻറ്റ് ചെയ്യാനായിട്ടായിരുന്നു ഗ്ലൂട്ടതൈൻ കൊടുത്തത്. ഓക്കെ. സ്കിന്നിലും അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതൊരു സ്കിൻ വൈറ്റനിങ് ഏജൻ്റായിട്ട് ലോങ് ടേം എടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റഡീസ് ഈ പറയണ പോലെ ഓരോ പീരീഡ് ഓഫ് ഇയേഴ്സ് കഴിക്കേണ്ടി വന്നാൽ അതിൻ്റെ സ്റ്റഡീസ് വളരെ ലിമിറ്റഡ് ആണ്. ഡോക്ടർ, പൊതുവെ എല്ലാവരുടെയും ഒരു ഡൗട്ട്, പിന്നെ ഗ്ലൂട്ടോതൈൻ എടുക്കുന്നതിന് നമുക്കൊരു ഏജ് കാറ്റഗറി ഉണ്ടോ? എത്ര ഏജ് തൊട്ട് നമുക്ക് ഗ്ലൂട്ടോതൈൻ എടുത്തു തുടങ്ങാം? അതിനൊരു ക്ലിയർ കട്ട് ഗൈഡ് ലൈൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എൻ്റെ അറിവ് വെച്ചിട്ട് നമ്മൾ യൂഷ്വലി ഒരു 18 to 20 കഴിഞ്ഞാൽ ഗ്ലൂട്ടതൈൻ കൊടുക്കുന്ന പേഷ്യൻസ് ഉണ്ട്. ബിലോ 18 ഡെഫിനറ്റ്ലി അല്ല, അറ്റ്ലീസ്റ്റ് ഞാൻ കൊടുക്കാറില്ല. ഗ്ലൂട്ടതൈൻ്റെ ഏജിങ് ബേസിക്കലി ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുമ്പോൾ ഒരു ആൻറ്റി ഏജിങ് ബെനിഫിറ്റ് ഗ്ലൂട്ടതൈനുണ്ട്. പിന്നെ സ്കിന്നിന് ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ട്, ടെക്സ്ചർ ടോണിന്, പിന്നെ ഈ സ്കിൻ ലൈറ്റനിങ് പ്രോപ്പർട്ടി. അപ്പോൾ യൂഷ്വലി ഒരു ഏജിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 25-ലൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഏജ് തൊട്ട് കൊടുക്കാം. പക്ഷേ അതങ്ങനെ ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയൊരു ഗുളികയല്ല. അല്ല. പിന്നെ അതേപോലെ നമ്മൾ ഈ ഗ്ലൂട്ടോതൈൻ ബേസിക്കലി ഐ വി ആയിട്ടും ചിലർ ടാബ്ലറ്റ്സ് ഓർലി എടുക്കാനും സൈമിൾട്ടേനിയസ്ലി പറയുന്നുണ്ട്. യെസ്. സോ അതിൻ്റെ ബേസിക് ഒരു ഏതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വി ഗ്ലൂട്ടതൈൻ നമ്മൾ ബ്ലഡിലേക്ക് ഡയറക്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്യാണ്. ഓക്കെ. സോ ഇതിൻ്റെ ആകെ ഐ വിയുടെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം, ലിവറിലെ മെറ്റബോളിസം ഇല്ല. പക്ഷേ അതങ്ങനെ ലാസ്റ്റ് ചെയ്യാൻ ഇല്ല. അപ്പോൾ നമ്മളതിനൊരു മെയിൻ്റനൻസ് പോലെ ചിലപ്പോൾ ചിലർ മന്ത്ലി വൺസ് അല്ലെങ്കിൽ 2 months ഒരു പ്രാവശ്യമായിരിക്കും ചിലപ്പോൾ ഐ വി എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മെയിൻ്റനൻസ് പോലെ ചെറിയ ഡോസിൽ ഗ്ലൂട്ടതൈൻ ടാബ്ലറ്റ്സും കൂടി ഉണ്ടെങ്കിൽ ഗ്ലൂട്ടതൈൻ ലെവൽസ് ഡ്രോപ്പ് ചെയ്യില്ല. യൂഷ്വലി നമ്മുടെ ബോഡിയിലുള്ള ഒരു മോളിക്യൂളാണ് ഗ്ലൂട്ടതൈൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ ബേസിക് എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലൂട്ടതൈൻ്റെ ലെവൽസ് കുറച്ചും കൂടി കയറുമ്പോൾ ഈ കൺവേർഷൻസും ഈ എൻസൈം ഇൻഹിബിഷൻസൊക്കെ നടക്കുന്നു. അതുകൊണ്ടാണ് ഒരാൾ ബ്രൈറ്റനിങ് വരുന്നത്. ഓക്കെ. പക്ഷേ അപ്പോൾ അതിനാണ് നമ്മൾ ആ മെയിൻ്റനൻസ് ഡോസായിട്ട് ഇത് പറയുന്നത്. ഡോക്ടർ, പിന്നെ അതേപോലെ ഈ ഗ്ലൂട്ടോതൈൻ എത്ര സെഷൻസ് എടുക്കണം ഒരു കണ്ടിന്യൂസ് പീരീഡ് ഓഫ്? സോ ഇതിൽ ഗ്ലൂട്ടതൈൻ ബേസിക്കലി ഇന്ത്യ, ചൈന, ഫിലിപ്പീൻസ്, കൊറിയ ഈ രാജ്യങ്ങളിലാണ് കൂടുതൽ എടുത്തു വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്റ്റഡീസിൽ നമുക്ക് മന്ത്ലി എടുക്കാം. വളരെ റെയർ കേസസിൽ ബൈ വീക്ക്ലിയോ എടുക്കുന്ന കേസുകളുണ്ട്. യൂഷ്വലി നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങിയാൽ നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യല്ല, നമുക്ക് വേണമെങ്കിൽ ഓറൽ ടാബ്ലറ്റ്സിലേക്ക് മാറാം. ഓക്കെ. പക്ഷേ ഐ വി ഗ്ലൂട്ടതൈൻ ഈ പറയുന്ന പോലെ ഡെഫിനറ്റ്ലി ടാബ്ലറ്റ്സ് ആയിരിക്കും കുറച്ചും കൂടി അപ്രൂവ്ഡും സേഫറും. ഇന്ത്യൻ ഇതിൽ ഐ വി ഗ്ലൂട്ടതൈൻ കൊടുക്കുന്നുണ്ട്, അപ്രൂവ്ഡാണ് നമുക്ക്. പക്ഷേ കൂടുതലും ഓറൽ ഗ്ലൂട്ടതൈൻ ഓറൽ ഗ്ലൂട്ടതൈൻ ആയിരിക്കും കുറച്ചും കൂടി സേഫർ ഓപ്ഷൻ. അതേപോലെ ഇതിന് ആക്ച്വലി ഒരു ഡോസേജ് ഉണ്ടോ ഡോക്ടർ? ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഇതിനൊരു റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് ഉണ്ട്. ആ അലവൻസിൽ നമുക്കൊരു പീരീഡ് ഓഫ് ടൈം വരെ ഇത് കഴിക്കാം. ഓക്കെ. അതിന് മുകളിലുള്ള ഡോസുകൾ അവൈലബിൾ ആണ്. പക്ഷേ ആ ഡോസുകളിൽ എടുക്കുമ്പോൾ അത് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ബിക്കോസ് അത് കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്നല്ല, പുറത്തെ ചില രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് 1500, 1000 mg അങ്ങനെ പല ഡോസുകളിൽ വരുന്നുണ്ട്. ഓക്കെ. നമ്മൾ ഇവിടെ 500 mg, 600 mg ആണ്. ഒരു RDA എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇത് വെച്ചിട്ട് 500-600 mg ആണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് ഗ്ലൂട്ടതൈൻ ടാബ്ലറ്റിന്. പിന്നെ അതേപോലെ തന്നെ ഗ്ലൂട്ടോതൈനിൽ ഒരു വേരിയസ് കാറ്റഗറീസ് ആയിട്ടുണ്ടോ? നമുക്കിപ്പം ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഗ്ലൂട്ടോതൈൻ, അങ്ങനെ എന്തെങ്കിലും സെപ്പറേറ്റ് ഇല്ല. സോ ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്റ്റേറ്റ്സിൽ അവർ എനിക്ക് തോന്നുന്നു ഗ്ലൂട്ടതൈൻ്റെ കൂടെ വേറെയും ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ചില മോളിക്യൂൾസ് ഉണ്ട്. ഇപ്പോൾ N-acetylcysteine, വൈറ്റമിൻ C, IV ഇഞ്ചെക്ഷൻസ്, അത് നമ്മൾ ചില സ്ഥലങ്ങളിൽ അവരത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ചില ഡോക്ടേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി ഗ്ലൂട്ടതൈൻ മോളിക്യൂളാണ് IV ആയിട്ട് കൊടുക്കാറ്. അതിൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യണമെങ്കിൽ
നമ്മൾ അതിൻ്റെ വൈറ്റമിൻ സി കമ്പോണൻസ് ആഡ് ചെയ്യാം. ഓക്കെ. നമ്മളൊരു ഓറൽ ഗ്ലൂട്ടതൈൻ കൊടുക്കുമ്പോൾ ഐഡിയലി ഒരു വൈറ്റമിൻ സി കൊടുക്കണം. ബിക്കോസ് അത് ഓറൽ ഗ്ലൂട്ടതൈൻ്റെ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പക്ഷേ ഒരു IV ഗ്ലൂട്ടതൈൻ കൊടുക്കുമ്പോൾ ലിവറിൻ്റെ മെറ്റബോളിസം ഇല്ലാത്തതുകൊണ്ട് എന്നാലും നമുക്ക് ആ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഇഫക്റ്റിന് വേണ്ടി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഡോക്ടർ, അതേപോലെ ബേസിക്കലി നമ്മുടെ സ്കിൻ ടോൺ, ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞ മെലാനിൻ്റെ ഒരു കണ്ടൻറ്റ്, അപ്പോൾ ആക്ച്വലി മെലാനിൻ കണ്ടൻറ്റ് കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ആക്ച്വലി ഫേസിൽ ഈ ഒരു ഡൾനെസ്സോ മറ്റു കാര്യങ്ങളോ വരുന്നത്. പക്ഷേ എന്നാൽ മെലാനിൻ തന്നെയാണ് നമുക്ക് ഈ ഹെയറിൽ ഗ്രേ ഹെയർ വരാതിരിക്കാനുള്ളൊരു കമ്പോണൻറ്റും. സോ അതെന്താണ്? അപ്പോൾ അതെങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? സോ അങ്ങനെയല്ല. മെലാനിൻ എന്ന് പറയുന്നത് നമ്മുടെ പിഗ്മെൻറ്റ് പ്രൊഡ്യൂസിങ് സെല്ലാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ബ്രൗൺ ആയിട്ടിരിക്കുന്നത് എൻ്റെ സ്കിന്നിലെ മെലാനിൻ കൊണ്ടാണ്. ആ മെലാനിനെ പറ്റിയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. മെലാനിൻ എന്ന് പറയുന്ന മെലാനിൻ എൻ്റെ സ്കിന്നിലുള്ളതുകൊണ്ടാണ് ഞാനൊരു ബ്രൗണിഷ് ടോൺ ഉള്ളത്. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ ഹെയറിലും ഈ സെയിം മെലാനിൻ ഉണ്ട്. ആ മെലാനിനാണ് നമുക്ക് ബ്ലാക്ക് തരുന്ന ഹെയറിന്. അപ്പോൾ നമ്മൾ വേറെ റേസസ് നോക്കിക്കഴിഞ്ഞാൽ ആ മെലാനിൻ നമ്മുടെ കണ്ണിലുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ വേറെ റേസസ് നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് ബ്ലൂ ഐസ് ഉണ്ടാവും, ഗോൾഡൻ ഹെയർ ഉണ്ടാവും. അവരിൽ മെലാനിൻ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് ഗോൾഡനും ബ്രൗണും ഹെയറും, ഓക്കെ, നമുക്ക് ബ്ലാക്ക് ഹെയറും. ഓക്കെ. ഇനി ഈ മെലാനിൻ നമ്മുടെ സ്കിന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ മെലാനിനെ ഒന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി കൊല്ലുമോ, അല്ലെങ്കിൽ അങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലാണ് ഈ വിറ്റിലൈഗോ പോലെ വെള്ളപ്പാണ്ട് പോലത്തെ അസുഖങ്ങൾ ഈ മെലാനിൻ ഇല്ലാതെ ആവുന്നതുകൊണ്ടാണ്. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ഹെയറിലെ മെലാനിൻ പോകുന്നതാണ് നര, ഓക്കെ, ഗ്രേയിങ് ഓഫ് ഹെയർ. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ ചില പിള്ളേർ വളരെ യങ് ഏജിൽ തന്നെ പ്രിമച്വർ ഗ്രേയിങ് വരാം. അവരുടെ മെലാനിൻ പോവാണ്. ആ മെലാനിൻ ഹെയറിൽ നിന്നോ സ്കിന്നിൽ നിന്നോ പോവാനോ അത് കൂടാനോ പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഹെയറിലെ മെലാനിൻ ഇന്ത്യൻ സ്കിന്നിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല, ബിക്കോസ് ഓൾറെഡി ബ്ലാക്ക് ആണ്. വേറെ നമ്മുടെ സ്കിന്നിലെ മെലാനിൻ കൂടുമ്പോൾ നമ്മളത് കരിമംഗല്യം എന്ന് പറഞ്ഞ അസുഖം, ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസിസ്, അങ്ങനത്തെ പിഗ്മെൻറ്റ് പ്രൊഡ്യൂസിങ് അസുഖങ്ങളുണ്ട്. പിന്നെ ഈവൻ ഞാൻ വെയിലത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ടാൻ ആവുന്നത് ഈ മെലാനിൻ കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ മെലാനിൻ 3 രീതിയിൽ കൂടാം. ഒന്നല്ലെങ്കിൽ മെലനോസൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളുടെ ചേഞ്ച് കാരണം വരാം. അല്ലെങ്കിൽ ഈ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലനോസോംസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓർഗനൽസ് ഉണ്ട്, അതുകൊണ്ട് വരാം. അല്ലെങ്കിൽ ഈ ഓർഗനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിഗ്മെൻറ്റ് മെലാനിൻ കൂടുന്നതുകൊണ്ടാവാം. ഓക്കെ. അപ്പോൾ ഇതിൽ ഏത് ലെവലിലാണ് ചേഞ്ചിനനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരെയും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. അതാണ് ഓരോ ഡിസീസുകളുടെയും വ്യത്യാസം അങ്ങനെയാണ്. അല്ല, അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസിങ് എങ്ങനെയായിരിക്കും വരുന്നത്? സോ അതാണ്. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കരിമംഗല്യം എന്ന് പറഞ്ഞ അസുഖം. ഓക്കെ. അതിൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില പാർട്സിൽ നമുക്കൊന്നെ സെൻട്രോഫേഷ്യൽ, ഫോർഹെഡിൽ, മാലാർ ഏരിയയിൽ, മാൻഡിബുലാർ ഏരിയയിലൊക്കെ പിഗ്മെൻറ്റേഷൻ കൂടാണ്. അപ്പോൾ നമ്മൾ ആ ഫോക്കൽ ഏരിയാസ് ട്രീറ്റ് ചെയ്യാനുള്ള ക്രീംസോ പീൽസോ ലേസേഴ്സോ എന്തെങ്കിലും ആയിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. വേറെ ഇപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഉണ്ട്, LPP എന്നുണ്ട്. അതിലെ പിഗ്മെൻറ്റേഷൻ കുറച്ചും കൂടി വൈഡാണ്, അത് കുറച്ചും കൂടി താഴേക്കാണ്, ഡെർമൽ പിഗ്മെൻറ്റേഷൻ എന്ന് പറയും. ഓക്കെ. അപ്പോൾ അവിടേക്ക് മെലാനിൻ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടുത്തെ കണ്ടീഷനിൽ നമ്മൾ പ്രോബ്ലി ടാബ്ലറ്റ്സും കുറച്ചും കൂടി അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. അതേസമയം നമുക്ക് എപ്പിഡെർമൽ മെലാനിൻ ഫ്രെക്കിൾസ് എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്. അതായത് നമ്മൾ വെയിലത്ത് പോയി തിരിച്ചു വരുമ്പോൾ ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ ചിലർക്ക് വരുന്ന, അതിന് ഫ്രെക്കിൾസ് എന്ന് പറയും. അതിന് ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ഒരു ഫ്യൂ സെഷൻസ് ഓഫ് ലേസർ തന്നെ അത് കംപ്ലീറ്റ്ലി പോവാം. അല്ലെങ്കിൽ ചിലർക്ക് സൺസ്ക്രീൻ ഉപയോഗിച്ച് അത് കൂടാതിരിക്കാം. ഓക്കെ. അതാണ്. സോ മെലാനിൻ്റെ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു നോർമൽ മെലാനിനുള്ള ആൾക്ക് ആണെങ്കിലും നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ്. ഇപ്പോൾ ഞാൻ ടൈപ്പ് 4 ടൈപ്പ് 5 സ്കിന്നാണെങ്കിൽ ഞാനൊരു ബ്രൗണിഷ് ടോൺ ആയിരിക്കും. ഓക്കെ. എൻ്റെ ടൈപ്പ് മാറ്റാൻ പാടാണ്. എനിക്ക് തന്നാളെ ടൈപ്പ് 1 സ്കിന്നാവണം, ഫെയറർ സ്കിന്നാവണം, ഫെയറർ ആവാം, പക്ഷേ അതൊരു വേറെ സ്കിൻ കളറാവണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫോറിൻ സ്കിന്നിൻ്റെ കളറാവണമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് പോസിബിൾ ആവണമെന്നില്ല. എല്ലാവരും ഈ ഒരു ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് മാറാൻ. സോ അത് ആക്ച്വലി കൊറിയൻ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അവരുടെ ഒരു കോൺസെപ്റ്റാണ് ഗ്ലാസ് സ്കിൻ. ഓക്കെ. അപ്പോൾ ഈ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്കിന്നിൽ അറ്റൈൻ ചെയ്യാൻ ഒരുപക്ഷെ കുറച്ച് അധികം എഫേർട്സ് വേണ്ടി വരും. ബിക്കോസ് നമ്മുടെ സ്കിൻ ടൈപ്പും അവരുടെ സ്കിൻ ടൈപ്പും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ. നമ്മുടെ സ്കിന്ന് കുറേയും കൂടി സിബം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിന്നാണ്. നമ്മുടെ കയ്യിൽ പോഴ്സ് കുറച്ചും കൂടി എൻലാർജ് പോഴ്സാണ്. ഓക്കെ. നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് അത്ര ഹാർഷായിട്ട് പോകാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് പിഗ്മെൻറ്റേഷൻ ഇപ്പോൾ നമ്മൾ വളരെ ഒരു റീസർഫസിങ് ലേസർ ചെയ്തു, നമ്മുടെ തൊലി മുഴുവൻ എടുത്ത് കളഞ്ഞ് റീഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളങ്ങ് ഭയങ്കര ഡാർക്കായിട്ട് വരും. ഓക്കെ. ഓക്കെ. പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് യൂഷ്വലി ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഫോറിൻ സ്കിൻ അല്ലെങ്കിൽ കൊറിയൻ സ്കിൻ പോലെ നമുക്ക് എക്സ്ഫോളിയേറ്റിംഗ് ട്രീറ്റ്മെൻറ്റ്സ് ഒരു ലിമിറ്റ് വിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ടോണിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത് അതൊരു റെജിമാണ് അവരുടെ. ആ റെജിമിൽ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ഉണ്ട്.
ആ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് സ്കിന്നിനെ ബെറ്റർ ആക്കുക എന്നുള്ളത്. പക്ഷേ അതൊരു ഇന്ത്യൻ സ്കിന്നിനെ എക്സാക്ട്ലി ആ സെയിം വേയിൽ വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ അതിൽ കുറേ സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്കിന്നിനും ബെനിഫിഷ്യലാണ്. പക്ഷേ അതൊരു ഗ്ലാസ് സ്കിൻ എല്ലാവർക്കും കിട്ടണം എന്നില്ല. പിന്നെ ഈ ഗ്ലാസ് സ്കിൻ ബേസിക്കലി അവർ പറയുന്നത് ഈ ടെക്സ്ചറിനെ പറ്റിയാണ്, ടെക്സ്ചറും ഈ കളറിനെ പറ്റിയും. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടോണിനും കുറച്ച് ഡിഫറെൻ്റാണ് അവരുടെ. അപ്പോൾ നമുക്ക് അങ്ങനെ എക്സാക്ട്ലി അവരുടെ റൂട്ടീൻ ഫോളോ ചെയ്തുകൊണ്ട് എക്സാക്ട്ലി അവരുടെ പോലെ ആവണമെന്നില്ല. ഓക്കെ. അത് ഓരോ റേഷ്യൽ ഡിഫറൻസസ് ഉണ്ട്. അത് എപ്പോഴും നമ്മൾ അതിനൊരു ഇത് കൊടുക്കണം. ഓക്കെ ഡോക്ടർ, അതേപോലെ ഇപ്പം ഈ ബോട്ടോക്സ് അല്ലെങ്കിൽ ഫില്ലേഴ്സ് ഇതൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നൊരു പ്രോഡക്ട്സ് മീൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഫേസിലും എല്ലാം. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് എന്താണ്? ഇതിൻ്റെയൊക്കെ ഒരു ഡ്രോബാക്ക് എന്തായിരിക്കും? സോ ബോട്ടുലിനം ടോക്സിൻ എന്ന് പറയുന്നത് അതൊരു ഇഞ്ചക്ഷനാണ്. അതെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽസിനെ റിലാക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി ബോട്ടുലിനം ടോക്സിൻ കൊടുക്കുന്നത് നമ്മുടെ ആക്റ്റീവായിട്ടുള്ള മസിൽസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നെറ്റി ചുളിക്കുമ്പോൾ എൻ്റെ ഇവിടുത്തെ ചുളിവുകൾ കാണാതിരിക്കാൻ ഞാൻ ആ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ആ മസിൽസ് തലക്കാലം ഒരു പ്രോബ്ലി 4 to 6 months വരെ അതിൻ്റെ ആക്ഷൻ നിൽക്കും. ആ ഒരു പീരീഡിൽ ആ മസിൽസിൻ്റെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ എനിക്ക് ആ മസിൽസ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ചുളിവുകൾ വരുന്നത്, സ്കിന്നിലെ ചുളിവുകൾ. മസിൽസിൻ്റെ ആക്ടിവിറ്റി കുറയും തോറും ആ ചുളിവുകൾ കുറയും. അപ്പോൾ അത് നമ്മൾ ഓരോ ഏരിയാസ് വെച്ച്, ഇപ്പോൾ ചില മസിൽസിനെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡ്സ് കുറയും, ചില മസിൽസിനെ റിലാക്സ് ചെയ്താൽ ലൈൻസ് കുറയും, റിങ്കിൾസ് കുറയും. അപ്പോൾ അതിന് വേണ്ടിയാണ് ബോട്ടുലിനം ടോക്സിൻ ഉപയോഗിക്കുന്നത്. ഇനി ഫില്ലേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പല ടൈപ്സ് ഉണ്ട്. ഫില്ലേഴ്സ് നമുക്ക് ഹൈലുറോണിക് ആസിഡ് എന്ന് പറഞ്ഞ ഫില്ലേഴ്സ് ഉണ്ട്, ഫാറ്റ് ഫില്ല് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇതല്ലാതെ ഹൈലുറോണിക് ആസിഡ് പോലെ തന്നെ വേറെ സിന്തറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഫില്ലേഴ്സ് ബേസിക്കലി നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ നമ്മുടെ ഫാറ്റ് പോയി, എൻ്റെ കവിളൊട്ടി, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് സാഗ് ചെയ്തു, അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വോളിയൂം റീപ്ലെനിഷ് ചെയ്യാനോ, ഇപ്പോൾ കണ്ണിൻ്റെ അടിയിലത്തെ ഫാറ്റ് താഴേക്ക് ഇറങ്ങി ഇവിടെ ഒരു ഹോളോയിങ് വന്നു, അത് റീപ്ലെനിഷ് ചെയ്യാനുള്ള സാധനമാണ് ഫില്ലേഴ്സ്. സോ ഇത് രണ്ട് രീതിയിലും ഉപയോഗിക്കാൻ പറ്റും ഫില്ലേഴ്സ് ആകുമ്പോൾ? ഇല്ല, ഫില്ലേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോളോ ഫില്ല് ചെയ്യുമ്പോൾ ചിലർക്ക് അത് കുറച്ചും കൂടി ടോട്ടാവുമ്പോൾ അവിടെ റിങ്കിൾസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ റിങ്കിൾസ് ബെറ്റർ ആവും. ഓക്കെ. പക്ഷേ എല്ലാ റിങ്കിൾസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഐ ബാഗുള്ള പേഷ്യൻറ്റ് ചെറിയ റിങ്കിളിങ് ഉണ്ട്, ആ പേഷ്യൻറ്റിന് നമ്മൾ നല്ല ബാഗുള്ളൊരു പേഷ്യൻറ്റ് ഫില്ലർ ചെയ്താൽ ആ ബാഗ്സ് കുറച്ചും കൂടി വേഴ്സൺ ചെയ്യും. ഓക്കെ. ആ റിങ്കിൾസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഹോളോയിങ് അല്ലെങ്കിൽ നമുക്കൊരു ഫാറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഹൈലുറോണിക് ആസിഡോ അല്ലെങ്കിൽ നമുക്കൊരു കൊളാജൻ ലോസോ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് നമ്മൾ യൂഷ്വലി ഫില്ലേഴ്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഫില്ലേഴ്സ് ചെയ്യുന്ന ഗ്രൂപ്പ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ എൻ്റെ ഫേസ് സാഗിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഏജിങ് സൈൻസ് കണ്ടു തുടങ്ങി, ആ സമയത്ത് ലിഫ്റ്റ് ചെയ്യാനോ ഫില്ല് ചെയ്യാനാണോ ഫില്ലേഴ്സ്. ടോക്സിൻസ് യൂഷ്വലി മസിൽസിനെ റിലാക്സ് ചെയ്യാൻ. ഇതാണ് രണ്ട് ഡിഫറൻസസ് ഇത് തമ്മിലുള്ളത്. ഓക്കെ. ഇതിൻ്റെ ഡ്രോബാക്സ് എന്തെങ്കിലും ഉണ്ടോ ഇത് യൂസ് ചെയ്തത് വഴി പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള? സോ ഇതിൻ്റെ ഈ ഗ്ലൂട്ടതൈഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് പല കമ്പനികൾ ഇറക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിലെ വേൾഡിലെ തന്നെ ലീഡേഴ്സ് ഉണ്ട് ഈ ഫില്ലേഴ്സിലും ബോട്ടുലിനം ടോക്സിനിലും. ആ കമ്പനികൾക്ക് ഇയേഴ്സ് ടുഗെദർ സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ അവരുടെ പ്രോപ്പറായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യാൻ അറിയുന്ന ഒരു ഡോക്ടറാണെങ്കിൽ അതിന് വേറെ സൈഡ് എഫക്ട്സ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ബിക്കോസ് അത് അത്രയും ക്വാളിറ്റി ടെസ്റ്റഡ് ഹൈലുറോണിക് ആസിഡോ ഏതൊക്കെ ആയിരിക്കും. ഓക്കെ. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഫില്ല് ചെയ്യണ എന്ത് മെറ്റീരിയൽ വെച്ചാന്നിരിക്കും. ഇപ്പോൾ നമ്മൾ ഫാറ്റ് എടുക്കുകയാണെങ്കിൽ ഫാറ്റ് ഹാർവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഇപ്പോൾ ഇൻഫെക്ഷൻസോ അങ്ങനെ. അതേപോലെ ഫില്ലർ ഇപ്പോൾ ഹൈലുറോണിക് ആസിഡ് ചെയ്യുമ്പോൾ ഞാൻ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ഒരു ഇൻഫെക്ഷൻ വരാം, ഒരു ബ്ലീഡ് വരാം. ഓക്കെ. അങ്ങനത്തെ അല്ലാതെ ലോങ് ടേം സൈഡ് എഫക്ട്സ് യൂഷ്വലി ഈ ഒറിജിനൽ ബ്രാൻഡ്സ് ഉണ്ട് ഇത് ഇറങ്ങിയതിൻ്റെ, അവർക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ എല്ലാ പ്രൊഡക്റ്റിനും അതിൻ്റെ തന്നെ മിമിക് ചെയ്യണ ബ്രാൻഡ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അവരുടെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് ആ ബ്രാൻഡ്സിന് ചിലപ്പോൾ കുറച്ചും കൂടി ചീപ്പറായിരിക്കും, പക്ഷേ അതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് ഒറിജിനൽ ബ്രാൻഡ്സിൻ്റെ അത്രയും ഇഫക്റ്റീവ് ആവണമെന്നില്ല. ഓക്കെ. ഇപ്പോൾ ചോദിച്ച ആ പേര് തന്നെ ഒരു ബ്രാൻഡിൻ്റെ പേരാണ്, ബോട്ടുലിനം ടോക്സിൻ്റെ ഒരു പേരാണ് ബോട്ടോക്സ്. ഓക്കെ. ഓക്കെ. ഈ ഗ്ലൂട്ടോതൈൻ മെഡിസിൻ ഇപ്പോൾ പലരും അല്ലാതെ തന്നെ മെഡിക്കൽ സ്റ്റോഴ്സിൽ നിന്നൊക്കെ പോയി കളക്ട് ചെയ്ത് അത് എടുക്കാറുണ്ട്, ഓറലി എടുക്കാറുണ്ട്. ആക്ച്വലി ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ ഈ ഗ്ലൂട്ടോതൈൻ എടുക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ടോ? സോ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂട്ടോതൈൻ ബേസിക്കലി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും പറയും, ഗ്ലൂട്ടോതൈൻ എന്ന് പറയുന്ന മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സോഴ്സസ് നല്ലതായിരിക്കണം. ഓക്കെ. ഗ്ലൂട്ടോതൈൻ പല സോഴ്സിൽ നിന്ന് വരുന്നുണ്ട്. അത് പ്രോബ്ലി ബെസ്റ്റ് സോഴ്സസ് ഇൻ ദ വേൾഡ് ജപ്പാനും ചൈനയിൽ നിന്നും ഇന്ത്യയിലെ ചില സോഴ്സസ് ഉണ്ട്, അവിടെ നിന്നാണ്. അപ്പോൾ നമുക്കതല്ലാതെ ഗ്ലൂട്ടോതൈൻ പല സോഴ്സുകളിൽ നിന്നും അവൈലബിൾ ആണ്. ബിക്കോസ് ഇതൊരു സിന്തറ്റിക് മോളിക്യൂളായിട്ടുണ്ട്, ഇത് പല സോഴ്സുകൾക്ക് ഉണ്ടാക്കാൻ പറ്റും.
പക്ഷെ അതിൻ്റെ പ്യൂരിറ്റിയിലാണ് അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബോൾ. അപ്പോൾ നമുക്ക് ചില ഗ്ലൂട്ടതൈൻസ് ചിലപ്പോൾ ചീപ്പായിരിക്കും, ഓക്കെ. പക്ഷേ അവിടുത്തെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഐ മീൻ നമ്മളതൊരു 4 months 6 months ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അത്രയും നാൾ നമ്മുടെ ഉള്ളിൽ പോകുന്ന ഒരു മോളിക്യൂളാണ്. അതല്ലാതെ ഗ്ലൂട്ടതൈൻ ഒരു ഷോർട്ട് പീരീഡിന് ഇപ്പോൾ ഒരു 1 or 2 months എടുക്കുന്ന ഒരാൾക്ക് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പോലെ എടുക്കാം. പക്ഷേ ഐഡിയലി ഇങ്ങനത്തെ മോളിക്യൂൾസ് ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് എടുക്കായിരിക്കും നല്ലത്. ഓക്കെ. പിന്നെ ഓരോരുത്തരും എന്തിനെടുക്കണേ, എന്ത് ഡോസിലെടുക്കണേ എന്നൊക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വൈറ്റമിൻ സി ആയാലും ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഇപ്പം നമുക്ക് ഒരു വൈറ്റമിൻ സി എടുത്തുകൊണ്ട് അങ്ങനെ ദോഷങ്ങളൊന്നും അല്ല. ഓക്കെ. കൊളാജൻ സപ്ലിമെൻ്റ് എടുക്കുന്നതിനെ കുറിച്ച്, അപ്പം ഒരു 30 years കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളാജൻ ടാബ്ലറ്റ്സ് എടുക്കുന്നത്, കൊളാജൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആക്ച്വലി എന്താണ് ഈ കൊളാജൻ? സോ കൊളാജൻ എന്ന് പറയുന്നത് ഈ സ്കിന്നിലുള്ള വേറൊരു മോളിക്യൂളാണ്. ഹൈലൂറോണിക് ആസിഡ് പോലെ തന്നെ വേറൊരു മോളിക്യൂളാണ്. അത് സ്കിന്നിൽ മാത്രമല്ല നമ്മുടെ പല ഓർഗൻസിലും, ജോയിൻസിൽ, അങ്ങനെ പല ഓർഗൻസിലും ഇതുണ്ട്. അപ്പോൾ ഈ കൊളാജൻ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഗട്ടിൽ ചെല്ലുമ്പോൾ അത് ബ്രോക്കൺ ഡൗൺ ആവും, അത് പെപ്റ്റൈഡ്സ് ആവും. ആ പെപ്റ്റൈഡ്സ് പിന്നെ നമ്മുടെ സ്കിന്നിലേക്ക് എത്തുകയാണെങ്കിൽ അത് വീണ്ടും റീഫോം ചെയ്ത് സ്കിന്നിലെ കൊളാജനായി മാറും. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ. സോ കൊളാജൻ ലൈക്ക് ഗ്ലൂട്ടതൈൻ അതിനും കുറച്ചും കൂടി പുതിയ മോളിക്യൂളാണ്. അപ്പോൾ അതിൻ്റെ ലാർജ് റാൻഡമൈസ് കൺട്രോൾ ട്രയൽസ് കുറച്ചും കൂടി കുറവാണ്. അപ്പോൾ അതിൽ പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓർത്തോപെഡിക്സിൽ അത് കൊടുക്കുന്നുണ്ട്, സൈനോവിയൽ ഇതിനൊക്കെ വേണ്ടി. അപ്പോൾ അതിൻ്റെ സേഫ്റ്റിയും എഫിക്കസിയും കുറേയും കൂടി ട്രയൽസ് വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതൊരു ആൻറ്റി ഏജിങ് മോളിക്യൂളായിട്ട് പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മോസ്റ്റ്ലി ഈ കൊളാജൻ്റെ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ് അത് നമ്മുടെ സ്കിന്നിൽ എന്തോരം ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതിന് കുറേയും കൂടി ലാർജർ സ്റ്റഡീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇതായിട്ട് പറയാൻ പറ്റും ആ മോളിക്യൂൾ എങ്ങനെയാണെന്നുള്ളത്.